വീട്ടിലേക്ക് വരും പറഞ്ഞു. വല്യമ്മ. എന്തിന്? പഠിക്കാൻ ബുദ്ധി ആഗ്രഹമുള്ളവർക്ക് അതിന് വഴിയില്ലാച്ച കഷ്ടാണേ. രാവിലെയും വൈകുന്നേരവും ഇവിടുന്ന് വാങ്ങി കഴിച്ചോളൂ, പഷ്ണി കിടക്കണ്ട. പിന്നെ ആ ഗോപാലൻ ഒരു കയ്യാളായി നിന്ന് വല്ലതുമൊക്കെ സഹായിക്കേണ്ടി വരും. ആ പത്തായപ്പരയിലെ മുറിയിൽ കിടന്നോളൂ. അവിടെ ഒരാൾ പെരുമാറ്റം ഉണ്ടായാലേ എലിയുടെ ശല്യം ഒന്ന് മാറി കിട്ടും. ആ പിന്നെ രാമു, കവിതയുടെ വാസനയുണ്ടെന്നല്ലേ പെണ്ണു പറഞ്ഞത്? നന്ന് കണ്ട പെൺകുട്ടികളുടെ കണ്ണും മൂക്കും മാത്രം വർണ്ണിച്ചാ പോരാ, വല്ല കീർത്തനങ്ങളോ സ്തോത്രങ്ങളോ ഒക്കെ എഴുതി ശീലിക്കുക. അപ്പോഴേ ബുദ്ധി നന്നാവും. ഇതാ വല്യമ്മ പറഞ്ഞു കുട്ടി. നിന്റെ നാട്ടുകാരൻ ചെക്കൻ. കഷം മുറിച്ചിട്ടോ? ഇളവനെ ഓലിന് ഭാഗത്തില് വേറെ മുറിച്ചിട്ടോ? നാളികേരം അരയ്ക്കാൻ നോക്ക് വേണ്ടേ? എന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് കോളേജ് പഠിപ്പിന് തരാവും. അത് നേരത്തെ കൊണ്ട് പറഞ്ഞേക്കാം. കോളേജിലും അതിന്റെ അപ്പുറത്തൊക്കെ പോയി പഠിച്ചവരൊക്കെ തൊഴിലില്ലാതെ ഓരോ ശുപാർശയ്ക്ക് വേണ്ടി ദിവസം ഇവിടെ വക്കീലിന്റെ അടുത്ത് വരണത് ഞാൻ കാണുന്നുണ്ട്. എന്തിനാണോ വെറുതെ ഇങ്ങനെ കഷ്ടപ്പെടണം? അടുക്കളയില് ജൂനിയർമാര് 2. ഏതൊക്കെ കേസ് ആരോ എടുക്കേണ്ടത് ഞാൻ പിന്നെ പറഞ്ഞു. നിലവിളി കേട്ടപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? റാവുത്തരുടെ പീടികയില്. രാവുത്തരുടെ പീടികയിൽ അപ്പോൾ വേറെ ആരെല്ലാം ഉണ്ടായിരുന്നു? പീടികയില് ഞാൻ പറഞ്ഞു തന്നില്ലേ, കുട്ടൻ നായരും അലവിക്കുട്ടി. ഇനി പറയൂ, നിലവിളി കേട്ടപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? റാവുത്തരുടെ പീടികയില്. അപ്പോൾ അവിടെ ആരെല്ലാം ഉണ്ടായിരുന്നു? കുട്ടൻ നായരും അലവിക്കുട്ടിയും. അങ്ങനെ. ചേമ്പിൽ വെച്ച് തീർക്കാൻ നോക്കാം. നോക്കട്ടെ, ഒരു 3 o'clock ആട്ടെ. ആ എമൗണ്ടിനെ പറ്റി ഒരു എഴുത്തുത്തിലൊന്നുമില്ല. ഇല്ല, പക്ഷേ അതെല്ലാവർക്കും അറിയും. ജോസഫ്, വേണ്ട, രാവുണ്ണി ഒന്ന് വരൂ. അതൊരു മോട്ടീവാണെന്ന് നിങ്ങൾ പറയുന്നു. ശരിയായിരിക്കും, പക്ഷേ കോടതിക്ക് ബോധ്യം വരണ്ടേ? അല്ല സർ, അതിന് വേറെ വല്ല... എല്ലാം ഫാക്റ്റ് ആയിരിക്കും. ബട്ട് ഹൗ ടു സബ്സ്റ്റാൻഷിയേറ്റ്? വെറുതെ എന്റെ സമയവും നിങ്ങളുടെ പണവും നഷ്ടപ്പെടാൻ... എക്സ്ക്യൂസ് മീ, ഞാൻ ഇപ്പൊ വരാം. ഇനി ചോറിന്റെ ചെമ്പ് കയറ്റി വെക്ക്. വേവ് ജാസ്തിയുള്ള അരിയാണ്.
ചെല്ലി മൂപ്പരുടെ ഷൂസ് കൊടുത്തിട്ട് മുറിയുടെ പുറത്ത് വെച്ചേക്കും. ചെല്ലി പോ. ഞാൻ വരുന്നു. എടാ നിനക്ക് സൈക്കിൾ അറിയില്ലേ? എന്നാ നീ ചോറ് കൊണ്ടുവാ. പ്യൂൺ ഇന്നുകൾക്ക് ലീവാ ഒരാഴ്ചത്തേക്ക്. അയ്യേ, അരപ്പിഞ്ഞാനും കൂടി കഞ്ഞി കുടിച്ചില്ലേ വല്യമ്മ? തീരെ വിശപ്പില്ല അന്ന്. ശക്തിയുള്ള മരുന്ന് ചെല്ലുമ്പോ വായിക്ക് രുചിണ്ടാവില്ല. വേഗം ചോറെടുക്കും. കോടതി കൊണ്ട് വെച്ചിട്ട് വേണം ക്ലാസ്സിലെത്താൻ. വാരമാഷ ക്ലാസ്സാ 2-ന്. അപ്പൊ ആഹാരം അതിന് നേരം ഉണ്ടാവില്ല. എടോ ഒന്ന് പതുക്കെ കൊണ്ടുപോകണം. എന്റെ കുളിമ്പി പറഞ്ഞ് നാശാക്കണ്ട. ആ, നാലാളുടെ കൂടി ഇരുന്ന് കഴിക്കുമ്പോ ഇവിടുന്ന് കൊടുത്തയച്ചോന്ന് കുറ്റം പറയാതെ വരുത്തണ്ട. നിക്ക് പുളിനാരങ്ങളുടെ കഷ്ടം വെച്ചോവോ? ആ കുട്ടിക്ക് ക്ലാസ് ഉള്ളതാ. വേഗം കൊണ്ടിട്ട് പൊയ്ക്കോട്ടെ. അതാ അപ്പൊ നന്നായത്. അകത്തുള്ളവരതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തുള്ളവർക്കും പണിക്കാർക്കും വളർന്നുള്ളൂ. പണ്ടേ വെച്ചിട്ട് അങ്ങനെ. കോളേജ് ക്ലാസ്സില്ലേ ഗോപാലൻ നായർ? പഴയ നിയമങ്ങളൊക്കെ തെറ്റിക്കാണല്ലേ? അടുത്തതായി സ്വാഗത പ്രസംഗം. സെക്രട്ടറി. നമസ്കാരം. വിശിഷ്ടാതിഥി അഡ്വക്കേറ്റ് ശ്രീ KP നായർ, സ്റ്റുഡന്റ് ചെയർമാൻ, വേദിയിലിരിക്കുന്ന മാന്യ അതിഥികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സാമാന്യ വിജ്ഞാനത്തിന്റെ പരിധിയിൽപ്പെടുന്ന പക്ഷേ പലപ്പോഴും നമുക്കറിയാൻ അവസരം ലഭിക്കാത്ത സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയങ്ങളെ അവലംബിച്ച് ഈ സമാജം നടത്താൻ പോകുന്ന പ്രസംഗ പരമ്പരകളിൽ ആദ്യത്തേതിൽ പങ്കാളികളാവാൻ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നിങ്ങൾ എല്ലാവരെയും സമാജത്തിന്റെ പേരിൽ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജോലി തിരക്കുകൾക്കിടയിലും ഇതിന് സമയം കണ്ടെത്തിയ ഇന്നത്തെ നമ്മുടെ പ്രധാന അതിഥിയോട് ഞാൻ പ്രത്യേകം കടപ്പെട്ടവനാണ്. പ്രശസ്തനായ ഒരു അഭിഭാഷകൻ, സമാരാധ്യനായ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നീ നിലകളിൽ നിങ്ങൾക്കെല്ലാം അദ്ദേഹം സുപരിചിതനാണ്. പക്ഷേ ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തെ കൂടുതൽ ആദരിക്കുന്നത് 2 വിശിഷ്ട ഗ്രന്ഥങ്ങളുടെ കർത്താവ് എന്നുള്ള നിലയ്ക്കാണ്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തെപ്പറ്റിയും പ്രാചീന ഭാരതത്തിലെ നീതിശാസ്ത്രത്തെപ്പറ്റിയും അദ്ദേഹം എഴുതിയിട്ടുള്ള 2 കൃതികളും വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള മുതൽക്കൂട്ടുകളാണ്. പലർക്കും അറിയില്ല എന്റെ പുസ്തകങ്ങളുണ്ടെന്ന്. ഇവൻ വളരെ ബ്രില്യന്റ് ആണ്. വ്യാപകമായ ഇന്നത്തെ വിഷയത്തിന്റെ വിവിധ വശങ്ങളെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് വിശകലനം ചെയ്യാൻ ഈ വകയിലുള്ള അമ്മാനൊഴികെ ആരുമില്ലേ? ഇല്ല. ഈ ടൈമിലെ ഫീസ് അത് തിരുമേനി തന്നു. അടുക്കളപ്പണി വേണ്ട ഇനി മുതൽക്ക്. സമയം കിട്ടുമ്പോൾ ഗുമസ്തനെ കുറച്ച് സഹായിച്ചാൽ മതി.
എന്താ? പ്ലീസ് നാളെ വാങ്ങിക്കാം. ഉം? എന്താ ഞാൻ പറഞ്ഞത്? ആ, ഇവിടെ ഓഫീസിൽ പകർത്താനോ എഴുതാനോ സഹായിച്ചാൽ മതി. അതിനുള്ള ശമ്പളം പോലെ ഫീസിനോ പുസ്തകത്തിനോ വേണ്ട പറ്റാം. ദാനമല്ല, വേതനമാണെന്ന് നിശ്ചയിച്ചാൽ കൊടുക്കുന്നവനും വാങ്ങുന്നവനും വിഷമം തോന്നില്ല, അല്ലേ? എന്തേ പറഞ്ഞിരുന്നത്? ഗോപാലൻ നായരുടെ ക്ലാസ്സിൽ നിന്ന് മോചനം. ഹായ്. കണ്ടാലൊരു തറവാടിപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ടാ പത്തായപ്പുരയിൽ കിടന്നോട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. മദ്രാസ് ഹൈക്കോർട്ടിലെ പഴയ ജസ്റ്റിസ് വിശ്വനാഥൻ വിളക്കുകാരൻ ചോട്ടിരുന്ന് പഠിക്കുന്നത് കണ്ട് ആരോ വിളിച്ചുകൊണ്ടുപോയി സൗകര്യം ചെയ്തു കൊടുത്തപ്പോൾ വലിയവനായി വന്നതാണ്. അതാ ഇന്ന് ഓർമ്മ വന്നത്. ഓ, നിന്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. യോഗം ഉണ്ടെങ്കിൽ ഇവനും നന്നാകും. ഒക്കെ ഓരോരുത്തരുടെ തലയിലെടുത്ത് പോലെ ഇരിക്കും. കോളേജിലെ ലെക്ചറേഴ്സിനൊക്കെ വലിയ അഭിപ്രായമാണ്. ഉഹും.